الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا وحبيبنا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله خذ بأيدينا قلت حيلتنا أدركنا مرادنا يا رسول الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم صدق الله مولانا العلي العظيم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم സ്നേഹാദരവും നിറഞ്ഞ മഹല്ല് മദ്രസ ഭാരവാഹികളെ, പ്രിയപ്പെട്ട കാരണവന്മാരെ, സഹോദര സഹോദരന്മാരെ, വിദ്യാർത്ഥിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസത്തിന്റെ ഭാഗമായി നമ്മളിവിടെ സംഘടിപ്പിച്ച ഈ പരിപാടിയും മറ്റുള്ള നമ്മൾ നടത്തുന്ന എല്ലാ പരിപാടികളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. നാളെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മയും നമ്മുടെ അഹ്ലുകാരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ തിരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൃക്കരങ്ങളിൽ നിന്ന് ഹൗലുൽ കൗസർ വാങ്ങിക്കുവാനുള്ള ഭാഗ്യം അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ കൂടിയ നമുക്കെല്ലാം അവന്റെ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. രണ്ട് വീട്ടിലും സന്തോഷം പ്രദാനം ചെയ്യുമാറാവട്ടെ. ദീർഘമായി സംസാരിക്കാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. വളരെ കുറഞ്ഞ സമയത്തിൽ സുപ്രധാനമായ
ചില കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളിവിടെ ഈ പരിപാടി, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നമ്മൾ സംഘടിപ്പിക്കുന്നതിന്റെ പരമപ്രധാനമായ ലക്ഷ്യം ഖാലിഖായ റാസിഖായ അല്ലാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കലാണ്. അല്ലാഹുവിന്റെ പൊരുത്തം ഇല്ലാത്ത ഒരു പരിപാടിയും തന്നെ അല്ലാഹു ഒരിക്കലും അതിനെ സ്വീകരിക്കുകയില്ല. അല്ലാഹുവിലേക്കുള്ള വഴി എന്ന് പറയുന്നത് ഏറ്റവും വലിയ ലളിതമായ വഴി എന്ന് പറയുന്നത് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. റബ്ബിന്റെ വാതിലകന്റെ നബി തന്നാണ്, അല്ലാതെ മറ്റൊരു ഭാഗമില്ലെന്നാണ്. നിനക്കെന്റെ റബ്ബിൽ നിന്ന് കിട്ടണമെങ്കിലും നബിയെ പിടിച്ചല്ലാതെ ഗതിയില്ലെന്നിലും. റബ്ബിന്റെ വാതിലവന്റെ നബി തന്നാണ്, അല്ലാതെ മറ്റൊരു ഭാഗമില്ലെന്നാണ്. നിനക്കെന്റെ റബ്ബിൽ നിന്ന് കിട്ടണമെങ്കിലും നബിയെ പിടിച്ചല്ലാതെ ഗതിയില്ലെന്നിലും. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തല്ലാതെ അല്ലാഹുവിലേക്ക് എത്തിച്ചേരാൻ മറ്റൊരു വഴിയുമില്ല. ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മുടെ പൂർവ്വസൂരികളായ ആളുകൾ ഇങ്ങനെയുള്ള മാലമൂരുന്നുകളും അതുപോലെ തന്നെ സ്വലാത്തിന്റെ മജ്‌ലിസുകളും നബിദിനാഘോഷങ്ങളും മറ്റുള്ള അന്നദാന പരിപാടികളുമൊക്കെ നമ്മുടെ നാട്ടിൽ വളരെ സജീവമാക്കി ഇതിലൂടെ ഹൃദയത്തിൽ അല്ലാഹുവിന്റെ റസൂലിനോടുള്ള മഹബ്ബത്ത് വർദ്ധിക്കാനുള്ള കാരണമാണ്. ബാങ്ക് കൊടുക്കുന്ന സമയത്ത് സംസാരിക്കുന്ന പ്രവണത നമ്മൾ മാറ്റണം. പ്രത്യേകിച്ചും നബിയുടെ പേര് വഴങ്ങി കേൾക്കുമ്പോഴൊക്കെ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുമ്പോൾ നമ്മൾ അതുകൂടെ ചെല്ലുമ്പോൾ അവിടെ സ്വലാത്ത് കൂടെയാണ്. വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ കുട്ടികളെയൊക്കെ നമ്മൾ ആ കാര്യം സാന്ദർഭികമായി ഉണർത്തുകയാണ്. പറഞ്ഞു വന്നത്, ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ നമ്മൾ സംഘടിപ്പിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അള്ളാഹുവിന്റെ പൊരുത്തം സമ്പാദിക്കാൻ വേണ്ടിയാണ്. അള്ളാഹു പൊരുത്തപ്പെട്ട ഒരു അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ഒരുപാട് ചെറുപ്പക്കാർ വളരെ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ദിവസങ്ങളായി ഇതിനു വേണ്ടി ഓടി നടക്കുകയാണ്. രാത്രി സമയങ്ങളിൽ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് ഇവിടെ ഒരുപാട് പണികൾ അവർ ചെയ്തിട്ടുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹു അവരുടെയൊക്കെ എല്ലാവിധ പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. അള്ളാഹു സന്തോഷവും റാഹത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ പരിപാടി അതിന്റെ അവസാനം നിമിഷം വരെ അതിന്റെ എല്ലാ അർത്ഥത്തിലും നമ്മൾ വിജയിപ്പിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ഇവിടെ നമ്മൾ ചെലവഴിക്കുന്ന മിനിറ്റുകൾ, ഇവിടെ നമ്മൾ ചെലവഴിക്കുന്ന മണിക്കൂറുകൾ ഒരിക്കലും അതൊരു പാഴ്വേലയായി പോവുകയില്ല. തീർച്ചയായും അത് നാളെ നമുക്ക് അതിന്റെ ഫലം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആ ഒരു സ്നേഹമാണ് നമ്മുടെ സകല ഇബാദത്തിന്റെയും സകല പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് അതാണ്. ഇസ്ലാമിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോ
ഒരുപാട് യുദ്ധങ്ങളും ഒരുപാട് സമരമുറകളും ഇസ്ലാമിൽ ഉണ്ടായിട്ടുണ്ട്. ഹിജ്റയുണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ ഹജ്ജത്തുൽ വദാ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ സുപ്രധാനമായ ഒരുപാട് സംഗതികൾ ഇസ്ലാമിൽ ഉണ്ടായിട്ടുണ്ട്. ഇസ്ലാമിക ചരിത്രമെടുത്ത് നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോ അതിന്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹമാണ്. നിങ്ങൾക്കറിയില്ലേ, ബദർ രണാങ്കളത്തിലേക്ക് ശത്രുക്കളുടെ മുമ്പിലേക്ക് കുതിച്ചു പോകുന്ന മുസ്ലിം സൈന്യത്തിന്റെ ഇടയിൽ നിന്ന് രണ്ട് അൻസാരി കുട്ടികൾ, അൻസാരികളായ പ്രായപൂർത്തിയെത്തിയോ എന്ന് സംശയിക്കുന്ന രണ്ട് കുട്ടികള്, കണ്ടാൽ ഒരു 10-15 വയസ്സ് പ്രായം തോന്നിക്കുന്ന രണ്ട് മക്കള്, അൻസാരികളായ രണ്ട് മക്കള് വന്നുകൊണ്ട് അവർ യുദ്ധത്തിനിടയിൽ മഹാനായിരിക്കുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, അല്ലയോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളെ, ഞങ്ങളുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചീത്ത പറയുന്ന ഒരു വ്യക്തിയുണ്ട്, ഞങ്ങളുടെ ഹബീബിനെ ചീത്ത പറയുന്ന ഒരു വ്യക്തിയുണ്ടെന്ന് ഞങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചു. അബൂജഹൽ എന്നാണ് അവന്റെ പേര്. ആ ഒരു വ്യക്തിയെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരുമോ? ഈ രണ്ട് കുട്ടികൾ പോയിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവോട് ചോദിക്കുകയാണ്. അവർ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. ദീനനെ കളവാക്കിയവനെന്നല്ല, അതല്ലെങ്കിൽ അഹങ്കാരി എന്നല്ല, അതല്ലെങ്കിൽ ദുർനടപ്പുകാരൻ എന്നല്ല, കള്ളുകുടിയനെന്നല്ല, വ്യഭിചാരി എന്നല്ല, ഞങ്ങളുടെ ഹൃദയത്തിന്റെ, ഞങ്ങളുടെ കരളിന്റെ കഷ്ണമായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചീത്ത പറയുന്ന ഒരു വ്യക്തിയുണ്ടെന്ന് ഞങ്ങൾക്കറിയാൻ സാധിച്ചു. ആ വ്യക്തിയെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരുമോ? ഈ സന്ദർഭത്തിൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അതാ കാണിച്ചു കൊടുക്കുന്നു അബൂജഹലിനെ. ആ കാണുന്ന വ്യക്തിയാണ് അബൂജഹൽ. ഉടൻ തന്നെ ഈ രണ്ട് കുട്ടികൾ വളരെ രഹസ്യമായി കൊണ്ട് തന്ത്രപൂർവ്വം അവിടെ പോയിട്ട് ഈ രണ്ട് കുട്ടികൾ അബൂജഹലിനെ വധിക്കുകയാണ്. അബൂജഹലിനെ വധിച്ചുകൊണ്ട് അവർ പരസ്പരം തർക്കിക്കുകയാണ്, ഞാനാണ് കൊന്നത്. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവകാശവാദം ഉന്നയിക്കുകയാണ്. ഏതായാലും അത് ചരിത്രത്തിന്റെ മറ്റൊരു ഭാഗം. നാം മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയുള്ള ഹദീസുകൾ നമുക്ക് ധാരാളം കണ്ടെത്താൻ സാധിക്കും. ഇങ്ങനെയുള്ള ഇസ്ലാമിന്റെ യുദ്ധത്തിന്റെ ഒക്കെ അടിസ്ഥാന സംഗതി എന്ന് പറയുന്നത് ഹുബ്ബുർ റസൂലാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് ശത്രുക്കളുടെ മർദ്ദനമുറകൾ സഹിക്കാതെ മദീനയിലേക്ക് ഹിജ്റ പോയി. ആ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 10 വർഷം താമസിച്ചു. പിന്നീട് തിരിച്ചു വന്നു, മക്കത്തേക്ക് തന്നെ തിരിച്ചു വന്നു. നമുക്കറിയാം ചരിത്ര പ്രസിദ്ധമായ ഹജ്ജത്തുൽ വദാ, വിടവാങ്ങൽ ഹജ്ജ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കത്ത് തന്നെ തിരിച്ചു വന്നു. എല്ലാ നിലക്കുമുള്ള സ്വാതന്ത്ര്യം ഇസ്ലാമിന് ലഭിച്ചു. ഇസ്ലാം ഒരു വലിയ മഹാപ്രസ്ഥാനമായി മാറി. ഇസ്ലാമിന് സർവ്വസ്വാധീനവും മക്കത്ത് ലഭിച്ചു. ഒരിക്കലും തന്നെ ഇനി മദീനത്തേക്ക് തിരിച്ചു പോകേണ്ട ഒരു ആവശ്യം സത്യത്തിൽ നബി തങ്ങൾക്കില്ല. പക്ഷേ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാവശ്യവുമില്ലാതെ വീണ്ടും മദീനത്തിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. എന്തിനു വേണ്ടിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് തിരിച്ചു പോയത്? എന്റെ പ്രിയമുള്ളവരെ, കാര്യം മറ്റൊന്നുമല്ല, ആ മദീന നിവാസികൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്ത ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹം ഒരിക്കലും തന്നെ തിട്ടപ്പെടുത്താൻ സാധിക്കുകയില്ല. ബദർ രണാങ്കളത്തിലേക്ക് നാളെ യുദ്ധം നടക്കാനിരിക്കുകയാണ്. അവിടെ ശത്രുപക്ഷം ഒരു ഭാഗത്ത് തമ്പടിച്ചിരിക്കുന്നു, ഒരു ഭാഗത്ത് മുസ്ലിം പക്ഷവും തമ്പടിച്ചിരിക്കുന്നു. മഹാനായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രത്യേകമായ ഒരു കൂടാരം നിർമ്മിച്ചു കൊടുത്തു സ്വഹാബികൾ. ആ കൂടാരം നിർമ്മിച്ച് കൊണ്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബികൾ പറഞ്ഞതെന്തറിയുമോ? മഹാനായിരിക്കുന്ന അൻസ്വാരികളുടെ നേതാവായിരിക്കുന്ന മഹാനായിരിക്കുന്ന സഅദ് റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് പറഞ്ഞു, അല്ല പ്രവാചകരെ, നാം രണാങ്കളത്തിലേക്ക് ഇറങ്ങാനിരിക്കുകയാണ്, നാളെ യുദ്ധം നടക്കാനിരിക്കുകയാണ്. അതുകൊണ്ട് റസൂലേ, ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ യുദ്ധത്തിനിറങ്ങി നമുക്ക് വിജയമാണ് ലഭിക്കുന്നതെങ്കിൽ
നമ്മളെല്ലാവരും വിജയത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ കാര്യം തിരിച്ചാണെങ്കിൽ, അതല്ല നമുക്ക് തിരിച്ചടി നേരിടുകയാണെങ്കിൽ, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളെ ഒരാളെയും തന്നെ നിങ്ങൾ തിരിഞ്ഞു നോക്കരുത്. നിങ്ങൾ നേരെ ഇവിടെ നിന്ന് നിങ്ങളുടെ വാഹനം എടുത്തതാ, നിങ്ങൾക്കുള്ളൊരു വാഹനം ഞാൻ ഇവിടെ തയ്യാർ ചെയ്തിരിക്കുന്നു. നിങ്ങൾ ഒന്നും നോക്കാതെ നിങ്ങൾ മദീനത്തേക്ക് പോകണം. കാരണം അവിടെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് സ്ത്രീകളും ഒരുപാട് കുട്ടികളും അവിടെയുണ്ട്. ഞങ്ങളൊക്കെ നിങ്ങളുടെ വിളി കേട്ടുകൊണ്ട് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കൂടെ പോന്നവരാണ്. ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ ഭാര്യമാരും ഒക്കെ കഴിയുന്നത് മദീനത്താണ്. അതുകൊണ്ട് റസൂലേ, നിങ്ങൾക്കൊരു പോറൽ പോലും ഏൽക്കാതെ നിങ്ങൾ ഇവിടെ നിന്ന് രക്ഷപ്പെടണം മദീനത്തേക്ക്. ഞങ്ങളെ കുറിച്ച് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, ഞങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾ അത്രത്തോളം വലിയ സ്നേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് യുഹദ് രണാങ്കളത്തും എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നമുക്കറിയാം, ആദ്യം മുസ്ലിം സമുദായം വിജയത്തിലേക്ക് നീങ്ങി, പിന്നീട് അത് തിരിച്ചടിയായി. മുസ്ലിം സമൂഹത്തിന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്ന പരാജയത്തിന്റെ കൈപ്പുനീർ അനുഭവിച്ചിരിക്കുന്ന ഒരു യുദ്ധമാണ് ഉഹദ് യുദ്ധം. ആ ഉഹദ് രണാങ്കളത്തിൽ നടന്ന സംഭവമാണ്. എല്ലാവരും പല വഴിക്ക് തിരിഞ്ഞോടി, ചിന്നിച്ചതിരി ആകെ എല്ലാ അവസ്ഥയിലും പരാജയത്തിലേക്ക് നീങ്ങുന്ന ഘട്ടം. പലരും പിന്തിരിഞ്ഞോടുകയുണ്ടായി. അവിടെ ചിലർ കുപ്രചരണം അവിടെ അവര് ശത്രുക്കൾ ഒരു കുപ്രചരണം നടത്തി. എന്താണ് കുപ്രചരണം? അവർ പ്രചരിപ്പിച്ചത് എന്താണ്? ഒരു ചങ്ങാതി പറഞ്ഞു, ഖതൽതു മുഹമ്മദിനെ ഞാൻ വധിച്ചിരിക്കുന്നു, മുഹമ്മദിനെ ഞാൻ വധിച്ചിരിക്കുന്നു എന്നൊരു മനുഷ്യൻ വിളിച്ചു പറയുന്നു. എന്റെ പ്രിയമുള്ളവരെ, ഇതോടുകൂടെ മുസ്ലിം സമുദായത്തിന്റെ അവരുടെ എനർജിയൊക്കെ ചോർന്നുപോയി, അവരുടെ ആവേശം കെട്ടുപോയി, അവരുടെ ശക്തി ക്ഷയിച്ചു പോയി. മുഹമ്മദ് നബി കൊല്ലപ്പെട്ടുവെന്നോ ഞങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നില്ല. അവരുടെ ആവേശമൊക്കെ ചോർന്നുപോയി. ഇത് അവന്റെ തന്ത്രമായിരുന്നു. മനസ്സിലാക്കണം, നമ്മള് മുഹമ്മദ് നബിയെ ഞാൻ കൊന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവരുടെ ആവേശമൊക്കെ ചോർന്നുപോയി. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവർക്ക് എല്ലാമാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെയൊക്കെ എല്ലാറ്റിന്റെയും അടിസ്ഥാന സംഗതി എന്ന് പറയുന്നത് ഹുബ്ബുർ റസൂലാണ്. ഇത് ശത്രുക്കൾ പോലും മനസ്സിലാക്കിയ സംഗതിയാണ്. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്രമാത്രം അവർ സ്നേഹിച്ചു. ആ തിരുമുഖത്ത് 24 മണിക്കൂറും പല സ്വഹാബികളും ഭക്ഷണത്തിന് പോലും പോകാതെ, അവർക്ക് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുന്ന സ്വഹാബികൾക്ക്, ഓരോ സ്വഹാബികൾക്കും മറ്റൊരു സ്വഹാബിയെ കൂട്ടായി, തണലായി, ചങ്ങാതിയായി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിശ്ചയിച്ചു കൊടുത്തിരുന്നു. ഒരു സ്വഹാബിക്ക് കൂട്ടുകാരനായി മറ്റൊരു സ്വഹാബി, ഒരു മുഹാജിറായ ഒരു സ്വഹാബിക്ക് കൂട്ടുകാരനായ ഒരു അൻസാരിയായ സ്വഹാബി. അവന്റെ എല്ലാ കാര്യങ്ങളും, ആ സ്വഹാബിന്റെ എല്ലാ കാര്യങ്ങളും ഇയാൾ നോക്കണം. ഈ രൂപത്തിൽ. പക്ഷേ പല സ്വഹാബിമാരും ഭക്ഷണത്തിനും, എനിക്ക് ഭക്ഷണം വേണ്ട, എനിക്കൊന്നും വേണ്ട, എനിക്ക് എങ്ങനെയെങ്കിലും ഞാൻ ജീവിച്ചു കൊള്ളാം, അവർക്കുള്ള ഭക്ഷണവും അവർക്കുള്ള വെള്ളവും അവർക്കുള്ള എല്ലാ ഊർജവും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അവിടുത്തെ തിരുമുഖത്തേക്ക് നോക്കിയിരിക്കുന്ന, അവിടുത്തെ തിരുമുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോ അവർക്ക് വിശപ്പില്ല, അവർക്ക് ദാഹമില്ല, ഒന്നുമില്ല. പലപ്പോഴും പട്ടിണിയാണ്. പട്ടിണി കാരണം പലപ്പോഴും പലരും പല ഭാഗത്ത് തളർന്നു കിടപ്പാണ്. ആ ഒരു ചിത്രം നമ്മുടെ മനസ്സിലേക്ക് ശരിക്കും കൊണ്ടുവരണം. മദീന പള്ളി, ഈന്തപ്പന ഓല കൊണ്ട് നിർമ്മിച്ച പള്ളി. ആ പള്ളിയുടെ ഒരു ഭാഗത്ത് അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയുമായി കഴിഞ്ഞുകൂടുന്ന സ്വഹാബാ കിറാം. ആ സ്വഹാബാ കിറാമിന് എല്ലാ നിലക്കുമുള്ള ഊർജം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ തങ്ങളുടെ തിരുമുഖത്ത് നോക്കിക്കൊണ്ടിരിക്കലാണ് അവരുടെ പ്രധാനമായ ആനന്ദം. അവർക്ക് മൗലിദ് ഓതേണ്ട ആവശ്യമില്ല, അവർക്ക് ഹദ്ദാദ് ഓതേണ്ട ആവശ്യമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മുഖത്ത് നോക്കിയാൽ തന്നെ അവരുടെ ഈമാൻ വർദ്ധിക്കും. അതാണ് അവർക്കുള്ള ഈമാൻ. അവരുടെ മൗലിദ് അങ്ങനെയാണ്. റസൂൽ മുമ്പിലുണ്ടാകുമ്പോ പിന്നെ ഇവിടെ വന്ന് പിന്നെ സബീനെ കൊണ്ടുവന്ന് ആളൊക്കെ വിളിച്ചു കൂട്ടി പിന്നെ മൗലിദ് ഓതേണ്ട ആദ്യം കാര്യമുണ്ടോ? റസൂൽ മുമ്പിൽ ഇരിക്കുകയാണ്. ബിരിയാണി മുമ്പിലുണ്ടാകുമ്പോ പിന്നെ ബിരിയാണിന്റെ മൗലിദ് ഓതിരിക്കല നമ്മള്. ബിരിയാണി മുമ്പിലുണ്ടാകുമ്പോ നമ്മള് ബിരിയാണിനെ മധു പറഞ്ഞിരിക്കുകയാണോ ചെയ്യാ? ആ ബിരിയാണി കഴിക്കുകയാണ്.
എന്നതുപോലെ ഹബീബുനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിട്ട് കൊണ്ട് അവർ വേണ്ട രൂപത്തിൽ അവർ ഉപയോഗപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ടും തലോടിയും ചുംബിച്ചും അവിടുത്തെ കാൽപാദങ്ങളിൽ പോലും ചുംബിക്കുന്ന അവസ്ഥ. അവിടുന്ന് വുളൂ ചെയ്യുമ്പോൾ ആ വുളൂ എടുത്ത വെള്ളത്തിന് വേണ്ടി കാതു യതഖാതലൂന അലാ വുളൂഇ, നബി തങ്ങൾ വുളൂ ചെയ്ത ആ വെള്ളത്തിന് വേണ്ടി അവർ തിക്കും തിരക്കും കൂട്ടുമായിരുന്നു സഹാബാ കിറാം. അവിടത്തെ പറ്റി മദ്ഹ് പറഞ്ഞുകൊണ്ട് പല സ്വഹാബികളും പറഞ്ഞു, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽ ബദരി, അവിടുന്ന് പൂർണ്ണ ചന്ദ്രനെ പോലെയായിരുന്നു. മദീന നിവാസികൾ പാടിയില്ലേ, ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയത്തിൽ വദാഇ വജബ ശുക്രു അലൈനാ മാ ദഅ ലില്ലാഹി ദാഇ. സനിയത്തുൽ വിദാ എന്ന് പറഞ്ഞാൽ മദീന അതിർത്തി. ആ മദീന അതിർത്തിയിൽ ഇതാ പരിപൂർണ ചന്ദ്രനിത വെളിവായിരിക്കുന്നു. പൂർണ്ണ ചന്ദ്രൻ ഞങ്ങളിലേക്ക് ഉദിച്ചു വന്നിരിക്കുന്നു. പൂർണ്ണ ചന്ദ്രൻ ഞങ്ങളിലേക്ക് ഇതാ ഉദിച്ചു വന്നിരിക്കുന്നു. എന്റെ പ്രിയമുള്ളവരെ, ഇത് ചരിത്രമാണ്. ഇത് റിപ്പോർട്ടിൽ ഇത് ഒരിക്കലും തന്നെ ഒരു പുത്തൻ വിശ്വാസി, ഒരു പുത്തൻ ആശയക്കാരനും തന്നെ ഒരിക്കലും തന്നെ തള്ളിക്കളയാൻ കഴിയാത്ത യാഥാർത്ഥ്യമാണ്, ചരിത്ര സംഭവമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുഖത്ത് നോക്കിക്കൊണ്ട് എത്രയോ അവർ പാടി. മഹാനായിരിക്കുന്ന ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന പള്ളിയിൽ പ്രത്യേകമായ ഒരു മിൻബർ, ഒരു പ്രത്യേകമായ ഒരു പീഠം നിർമ്മിച്ചു കൊടുത്തിരുന്നു ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്താണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങൾക്ക് പണി? റസൂലിനെ പറ്റി മദ്ഹ് പാടുക, റസൂലിനെ പറ്റി നല്ല നല്ല കവിതകൾ എഴുതുക, പാടുക. ഇതാണ് ശത്രുക്കൾക്കുള്ള മറുപടി. ശത്രുക്കൾക്കെതിരെ പോരാടാനുള്ള സത്യവിശ്വാസികൾക്കുള്ള ആയുധം. അന്നത്തെ കാലഘട്ടത്തിൽ കവിതകൾക്ക് വലിയ പ്രാധാന്യമുള്ള കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായി ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് പ്രത്യേകമായ സ്ഥാനം നൽകി അലങ്കരിച്ചു. وأحسن منك لم تر قط عيني وأجمل منك لم تلد النساء خلقت مبرأ من كل عيب كأنك قد خلقت كما تشاء أحسن منك لم تر قط عيني. അല്ലാഹുവിന്റെ ഹബീബ്, നിങ്ങളെക്കാൾ മനോഹരമായ, നിങ്ങളെക്കാൾ സൗന്ദര്യമുള്ള ഒരു വസ്തുവിനെയും എന്റെ കണ്ണുകൾ ഇന്നോളം കണ്ടിട്ടില്ല. വഅജ്മലു മിൻക ലം തറ ഖത്തു ഐനി വഅജ്മലു മിൻക ലം തലിദിൻ നിസാഉ. നിങ്ങളെക്കാൾ വലിയ മഹോന്നതനായ ഒരു വ്യക്തിത്വത്തെ, നിങ്ങളെക്കാൾ വലിയ മനോഹരമായ, നിങ്ങളെക്കാൾ വലിയ മഹാനായ ഒരു വ്യക്തിത്വത്തെ ഇന്നോളം ഒരു സ്ത്രീയും തന്നെ പ്രസവിച്ചിട്ടില്ല. കഴിയില്ലടോ മുളപ്പിക്കുവാനൊരു മണ്ണിനും, ഈ രീതിയിൽ പ്രസവിക്കുവാനൊരു പെണ്ണിനും. കഴിയില്ലടോ മുളപ്പിക്കുവാനൊരു മണ്ണിനും, ഈ രീതിയിൽ പ്രസവിക്കുവാനൊരു പെണ്ണിനും. മഹാനായിരിക്കുന്ന താവ കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാർ, അല്ലാഹുവിന്റെ പരലോകമായ അവസ്ഥ അല്ലാഹു നന്നാക്കി കൊടുക്കുമാറാവട്ടെ. മഹാനുഭാവൻ വളരെ സുന്ദരമായി കൊണ്ട് ഈ ആശയത്തെ നമുക്ക് വർണ്ണിച്ചു തരികയാണ്. അങ്ങനെയുള്ള മഹാരഥന്മാർ നമുക്ക് മുമ്പിൽ കഴിഞ്ഞു പോയി. എത്രയോ ആളുകൾ എണ്ണി പറയാൻ ഇവിടെ സമയമില്ല. ധാരാളം ആളുകൾ. നമുക്കറിയാമല്ലോ, നമ്മുടെ കേരളക്കര കണ്ട വലിയ മഹാൻ, ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ സന്ധിയില്ലാ സമരം നടത്തിയ മഹാന്മാരായിരിക്കുന്ന വ്യക്തിത്വങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട മഹാനാണ് മഹാനായിരിക്കുന്ന വെളിയങ്കോട് ഉമർ ഖാലി തങ്ങൾ. വെളിയങ്കോട് ഉമർ ഖാലി തങ്ങൾ പരിശുദ്ധമായിരിക്കുന്ന ഹജ്ജിന് പോയി. പിന്നീട് മഹാനായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് പോയി. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ സിയാറത്തിന് പോയിരിക്കുകയാണ്. വസ്ത്രമെല്ലാം കീറിപ്പോ വളരെ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച വളരെ ഫക്കീറായ ഒരു മനുഷ്യൻ.
വളരെയധികം ഫക്കീറായിരിക്കുന്ന ഒരു തലപ്പാവ് കെട്ടിയ, ഒരു സാധാ തലപ്പാവ് കെട്ടിയ ഒരു നാടൻ ഒരു മനുഷ്യൻ. ആളുകൾ വിലവെച്ചില്ല, ആളുകൾ അദ്ദേഹത്തെ ഗൗനിച്ചില്ല, അദ്ദേഹത്തെ മാറ്റി നിർത്തി. അദ്ദേഹം ശരീരമെല്ലാം ശുഷ്കിച്ച ഒരു മനുഷ്യനാണ്. താടിയുണ്ട്, ഒരു തലപ്പാവുമുണ്ട്. വളരെ വിനയത്തോടുകൂടെ തലതാഴ്ത്തി നിൽക്കുന്ന ആ മനുഷ്യനെ ആരും, പോലീസ് അദ്ദേഹത്തെ തള്ളിമാറ്റി. അദ്ദേഹം റൗള ഷരീഫിന്റെ അടുത്തേക്ക് പോയി. പക്ഷേ പോലീസ് അദ്ദേഹത്തെ മാറ്റി നിർത്തി. പക്ഷേ അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് ഒരു വലിയ കാവ്യം അദ്ദേഹം സ്വന്തം രചിച്ച ഒരു മൗലിദുണ്ട്, സ്വല്ലൽ ഇലാഹു ബൈത്ത്. ആ സ്വല്ലൽ ഇലാഹു ബൈത്ത് അവിടെ നിന്നങ്ങ് പാടി. ആ പാട്ട് ഒരുപാട് പാടി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയുള്ള ഒരുപാട് മദ്ഹുകൾ, വലിയ മദ്ഹുകൾ നമ്മുടെ സബീനയിൽ കാണാം. ആ ബൈത്ത് സ്വല്ലൽ ഇലാഹു അലാ ബിനി അബ്ദില്ലാഹി ദി ഖുലുഖൻ ബിനസ്സുല്ലാഹി കാന അളീമാ فضلا غليظا لم يكن بلينا برا رؤوفا المؤمنين رحيما صلوا عليه وسلموا تسليما. നിബിതങ്ങളെ പറ്റിയുണ്ട് ഒരുപാട് വർണ്ണിച്ച് ആ വർണ്ണന കേട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അറബികൾ പോലും മന്ദം വിട്ടുപോയി. ഇതെന്തൊരു കവിതയാണ്, ഇതെന്തൊരു കവിതയാണ്! ഇതുപോലത്തെ ഒരു കവിത ഞങ്ങൾ മുമ്പൊന്നും കേട്ടിട്ടില്ല. റസൂലിനെ പറ്റി ഇത്രത്തോളം മദ്ഹ് പറയുന്ന ഒരു കവിയെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. പോലീസുകാർ മെല്ലെ മാറിക്കൊടുത്തു. ഈ മഹാനുഭാവൻ റൗള ഷരീഫിന്റെ അടുത്തേക്ക് വന്നു. ആ വാതിലിന് തൊട്ട് മുമ്പ് നിന്നു. തൊട്ട് മുമ്പിലായി നിന്നുകൊണ്ട് മഹാനുഭാവൻ ഇതാ പാടുന്നു: يا أكرم الكرماء على أعتابكم عمر الفقير المرتجي لجنابكم يرجو العطاء على البكاء ببابكم والدمع من عينيه سال سجيما صلوا عليه وسلموا تسليما ما جف دمع سال من عينين لكنه يجري على الخدين من حب قلبي سيد الكونين حيا وميتا في التراب رميما صلوا عليه وسلموا تسليما. അല്ലാഹുവിന്റെ ഹബീബായ റസൂലേ, എത്രയോ കാലങ്ങളായി അങ്ങയെ കാണാനുള്ള വല്ലാത്ത അടങ്ങാത്ത മോഹമായി കഴിയുകയായിരുന്നു ഈ പാപിയായ ഞാൻ. അല്ലാഹുവിന്റെ റസൂലേ, ഇന്നതാ അവിടുത്തെ മുമ്പിലേക്ക് വന്നിരിക്കുന്നു. ഫഖീറായ ഞാനിതാ വന്നിരിക്കുന്നു. യർജുൽ അത്വാഅ അലൽ ബുകാഇ ബിബാബിക്കും. നിങ്ങളുടെ മുമ്പിൽ ചോരയിൽ കുതിർന്ന കണ്ണുനീരല്ലാതെ ഒന്നും അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾക്ക് അങ്ങേക്ക് കാണിക്കയായി തരാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല. രാജാക്കന്മാരെ കാണാൻ പോകുന്ന സമയത്ത് കാണിക്ക വെക്കൽ പതിവുണ്ട്. പക്ഷേ രാജാതിരാജനായ രാജാക്കന്മാരുടെയൊക്കെ രാജാവായ അങ്ങയുടെ മുമ്പിൽ വരുമ്പോൾ എന്റെ മുമ്പിൽ സമർപ്പിക്കാൻ അല്ലാഹുവിന്റെ ഹബീബേ എന്റെ മുമ്പിൽ ഒന്നും തന്നെയില്ല. ഇക്കാണുന്ന കണ്ണുനീരല്ലാതെ അങ്ങയുടെ മുമ്പിൽ എനിക്കൊന്നും തരാനില്ല. ما جف دمع سال من عينيه لكنه يجري على الخدين من حب قلبي سيد الكونين حيا وميتا في التراب رميما صلوا عليه وسلموا تسليما. അങ്ങയോടുള്ള സ്നേഹം അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ജീവിച്ചിരിക്കുമ്പോഴും ഞാൻ മരിച്ചാലും, ഞാൻ മരിച്ച് 6 അടി മണ്ണിൽ പോയി കാലങ്ങൾ കഴിയുമ്പോ, ആണ്ടുകൾ കഴിയുമ്പോ എന്റെ ശരീരം ആകെ ദ്രവിച്ചുകൊണ്ട് മണ്ണായി പോയി. ആ മണ്ണിനോട് മാറിയ നുരുമ്പിയ അവസ്ഥയിൽ പോലും അങ്ങയോടുള്ള സ്നേഹം എന്റെ ഹൃദയത്തിൽ ബാക്കിയായിരിക്കും റസൂലേ എന്നങ്ങ് കരഞ്ഞുകൊണ്ട് പാടിയപ്പോ, പ്രിയമുള്ളവരെ, റൗള ഷരീഫിന്റെ കവാടങ്ങൾ അവിടുത്തെ ആ ചങ്ങലയങ്ങ് അഴിഞ്ഞുപോയി. ആ പൂട്ടങ്ങ് പൊട്ടിപ്പോയി. എന്റെ പ്രിയമുള്ളവരെ,
ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹളറത്തിലേക്ക് ആർക്കും പ്രവേശനമില്ലാത്ത ആ റൂമിലേക്ക് അദ്ദേഹത്തിന് പ്രവേശിക്കാൻ സാധിച്ചു എന്നുള്ളത് ചരിത്രമാണ്. എന്റെ പ്രിയമുള്ളവരെ, ഈ സ്നേഹം എവിടെ നിന്ന് വരണം? നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരണം. എന്റെ പ്രിയമുള്ളവർ, നമ്മുടെ ഹൃദയത്തിന്റെ അകത്തുനിന്ന് വരണം. എന്ത് വേണം അതിന്? നമ്മളൊക്കെ റസൂലിനെ സ്നേഹിക്കുന്നു, റസൂലിന്റെ പേരിൽ ആണ്ട് കഴിക്കുന്നു, മൗലിദ് നടത്തുന്നു, ദഫ് കൊട്ടുന്നു, പാട്ട് പാടുന്നു. ഇതിനപ്പുറം നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന സ്ഥാനം എന്താണ്? ആ റസൂലിനോട് നമ്മൾ എത്ര വട്ടം ഒരു ദിവസം എത്ര തവണ നമ്മൾ സ്വലാത്ത് ചെല്ലുന്നുണ്ട്? ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് നമ്മൾ എത്രമാത്രം മുറുകെ പിടിക്കുന്നുണ്ട്? വല്ലാഹി ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅതു ബിഹി. അല്ലാഹുവാണേ സത്യം, ഞാൻ കൊണ്ടുവന്ന ആശയാദർശങ്ങളോട് അവന്റെ ഹവ, അവന്റെ എല്ലാവിധ ആഗ്രഹങ്ങളും അവന്റെ എല്ലാ അഭിലാഷങ്ങളും ഞാൻ കൊണ്ടുവന്ന ഈ വിശുദ്ധമായിരിക്കുന്ന മതത്തിന്റെ ഈ വിശുദ്ധമായ എന്റെ ചര്യയെ ഫോളോ ചെയ്യുന്നത് വരെ, എന്റെ ചര്യയെ നിങ്ങൾ പിൻപറ്റുന്നത് വരെ ഒരിക്കലും തന്നെ നിങ്ങളൊന്നും യഥാർത്ഥ വിശ്വാസിയാവുകയില്ലെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നിങ്ങളുടെ ഹവ, നിങ്ങളുടെ മനസ്സിന്റെ ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ, ഓരോ ആഗ്രഹങ്ങളും എല്ലാ അഭിലാഷങ്ങളും അവന്റെ എല്ലാ ചിന്തയും ഊണിലും ഉറക്കിലും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഫോളോ ചെയ്യുന്ന അവസ്ഥ വരണം. അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും തന്നെ തെറ്റിലേക്ക് പോകാൻ കഴിയില്ല. അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും തന്നെ സിനിമ കാണാൻ സാധിക്കില്ല. അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിക്കും തന്നെ രാത്രി പന്ത് കളിക്കാൻ പോകാൻ തോന്നില്ല. അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിക്കും ഒരിക്കലും തന്നെ ഹാൻസ് പാക്കർ പാൻപരാഗ് പോലെയുള്ള MDMA പോലെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. കള്ള് കുടിക്കാൻ സാധിക്കുകയില്ല. വ്യഭിചരിക്കാൻ സാധിക്കുകയില്ല. ഒരിക്കലും തന്നെ കളവ് പറയാൻ സാധിക്കുകയില്ല. നിസ്കാരം ഒഴിവാക്കാൻ സാധിക്കുകയില്ല. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാ നിലക്കും നമുക്ക് ഹരമായി തോന്നണം. അവിടെന്നാണ് വലിയ അവിടത്തേക്കാൾ വലിയ ഒന്നുമില്ലെന്നുള്ള ആ ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് വരണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ചെറുപ്പക്കാർ പലപ്പോഴും അത്തരത്തിലുള്ള ഇങ്ങനെയുള്ള ചെറുപ്പം എന്ന് പറയുമ്പോ, യുവത്വം എന്ന് പറയുമ്പോ അവർക്ക് ആവേശമാണ്. ആ ആവേശത്തിന്റെ തിമിർപ്പിൽ എന്തൊക്കെയാണ് അവർക്ക് ചെയ്യേണ്ടതെന്നൊരു എത്തുമുടിയുമില്ല. ആവേശത്തിന്റെ മുകളിലാണെന്ന് ചെറുപ്പക്കാർ. 24 മണിക്കൂർ മൊബൈൽ. നമ്മളെ ഭരിക്കുന്നത് ഇന്ന് ഓൺലൈനാണ്, മൊബൈലുകളാണ്. നമ്മുടെ സമയങ്ങൾ ഇതിൽ തോണ്ടി കഴിക്കുന്നു. ഖുർആൻ ഓതാൻ നമുക്ക് സമയമില്ല എന്റെ പ്രിയമുള്ളവരെ. സ്വലാത്ത് ചെല്ലാൻ നമുക്ക് സമയമില്ല. ദിക്ർ ചെല്ലാൻ നമുക്ക് സമയമില്ല. പള്ളിയിൽ ദിക്റിന്റെ മജ്‌ലിസുകൾ എല്ലാ ആഴ്ചതോറും നടന്നു വരുന്നു. സ്വലാത്ത് മജ്‌ലിസ് നടന്നു വരുന്നു. നമ്മുടെ ചെറുപ്പക്കാരുടെ സാന്നിധ്യം എത്രയാണ്? എങ്ങനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്ത് നമുക്ക് വർദ്ധിക്കുക? എങ്ങനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നമുക്ക് അവിടത്തോടൊപ്പം സ്വർഗത്തിലെത്താൻ സാധിക്കുക? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മുടെ ഹൃദയത്തിലുള്ള സ്ഥാനം എന്താണ്? നമ്മൾ കൊടുത്തിട്ടുള്ള പരിഗണന എന്താണ്? മൻ സ്വല്ല അലൈഹി സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റാ. എന്റെ മേൽ ആരെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു അവന്റെ മേൽ 10 സ്വലാത്ത് ചൊല്ലുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിയതാണ്. ഔലന്നാസി ബി യൗമൽ ഖിയാമത്തി അക്സറും അലൈഹി സ്വലാത്താ. അന്ത്യനാളിൽ എന്നോട് ഏറ്റവും അടുത്ത വിഭാഗം, അന്ത്യനാളിൽ എന്റെ ഏറ്റവും ചാരത്തെ, എന്റെ അടുത്തെന്നോട് തൊട്ടുരുമ്മി നിൽക്കുന്ന വിഭാഗം അക്സറുഹും അലൈഹി സ്വലാത്താ. എന്റെ മേൽ ധാരാളമായി എന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്ന വിഭാഗമാണ് നാളെ അന്ത്യനാളിൽ എന്നോട് തൊട്ടിരുമ്മി നിൽക്കുന്ന വിഭാഗമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് ഓർത്തുന്നു. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ കേവലം കുറെ ആർപ്പാടുകൾ, കുറെ ഒച്ചപ്പാടുകൾ, അതല്ലെങ്കിൽ കുറെ ഭക്ഷണം കഴിച്ച് നമ്മൾ പിരിയുന്നതിനപ്പുറം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഒരു ആത്മബന്ധം നമ്മൾ സ്ഥാപിക്കാൻ ശ്രദ്ധിക്കണം. ഈ ഒരു പരിപാടി ഇതിന്റെ പ്രചോദനമാകട്ടെ.
ഇന്ന് മുതൽ നമ്മൾ മനസ്സിലാക്കണം, ഒരു 10 സ്വലാത്ത് കഴിയുന്നവർ 100 സ്വലാത്ത് ദൈനംദിനം ഞാൻ ഇന്ന് മുതൽ എന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുമെന്നുള്ള ഒരു പ്രതിജ്ഞ നമ്മൾ എടുക്കണം. പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ 24 മണിക്കൂർ നമ്മുടെ ചിന്ത എന്താണ്? നമ്മുടെ കുടുംബത്തെ കുറിച്ച് ചിന്തയാണ്, നാട്ടുകാരെ കുറിച്ച് ചിന്തയാണ്, ഇന്ന് വന്ന പത്രവാർത്തയെ കുറിച്ചുള്ള ചർച്ചകളാണ്, വാട്സപ്പിൽ വന്ന ഏതോ മെസ്സേജിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ചർച്ചയിലാണ്. ദീനിനെ കുറിച്ച് ചർച്ചയില്ല, ഹബീബിനെ കുറിച്ച് ചർച്ചയില്ല, ഖുർആൻ ഓതാൻ നമുക്ക് സമയമില്ല. നമ്മുടെ ജീവിതം ഇതേ അവസ്ഥയിൽ ഇങ്ങനെ പോകുമ്പോ എപ്പോഴാണ് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം എപ്പോഴാണ് നമ്മളെ മാടി വിളിക്കുക, എപ്പോഴാണ് നമ്മുടെ അടുത്ത് വരിക? നമുക്ക് ആർക്കും തന്നെ പ്രവചിക്കാൻ സാധ്യമല്ല എന്റെ പ്രിയമുള്ളവരെ. അതുകൊണ്ട് ജീവിക്കുന്ന കാലം നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു 10 സ്വലാത്ത് പതിവാക്കുക, അതല്ലെങ്കിൽ 100 സ്വലാത്ത് അതിനേക്കാൾ അപ്പുറം ചൊല്ലുന്ന ആളുകൾ കൂട്ടത്തിൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. പക്ഷേ ഞാൻ പറഞ്ഞത് ഏറ്റവും നെവർ മൈൻഡ് ആക്കി കളയുന്ന ചില ആളുകളുണ്ടല്ലോ, വിഭാഗം, നമ്മുടെ ചെറുപ്പക്കാർ. ആ ചെറുപ്പക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്, എന്നും കടക്കുന്ന സമയത്ത് ഒരു 10 സ്വലാത്ത് നമ്മൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നമ്മൾ പതിവാക്കിയാൽ വലിയ മാറ്റങ്ങൾ വരും. ഹൃദയത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാവും, പരിവർത്തനങ്ങൾ ഉണ്ടാകും. തീർച്ചയാണ് ആ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ സ്വപ്നത്തിൽ ദർശിക്കാൻ സാധിക്കും. അനുഭവമാണ് എന്റെ പ്രിയമുള്ളവരെ. നമുക്ക് സാധിക്കട്ടെ, അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിൽ പരിവർത്തനത്തിന്റെ തുടക്കം അവിടെയാണ്. ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സ്വലാത്തിലൂടെയാണ്, ദിക്റിലൂടെയാണ്. ദിക്റിന്റെ മജ്ലിസുകൾ ഇവിടെ നടക്കുന്നു. എന്റെ പ്രിയമുള്ളവരെ, നമ്മളെ വീട്ടുകാർ, ഉമ്മമാരോട് പ്രത്യേകം പറയാനുള്ളത്, നമ്മുടെ വീട്ടിലെ മക്കളെ, മുതിർന്ന കുട്ടികളെ, അവരുടെ ഇളം പ്രായത്തിൽ അവരുടെ മനസ്സിൽ ഈ കാര്യങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഈ മഹബത്ത് നമ്മൾ ഊട്ടിയുറപ്പിച്ചില്ല എങ്കിൽ പിന്നീട് ഈ മക്കൾ വളർന്ന് വലുതായി വലിയ വലിയ വേണ്ടാത്തരങ്ങളിലേക്ക് മറ്റുമൊക്കെ പോകുന്ന സമയത്ത് ഇവിടെ പള്ളിയിൽ വന്നുകൊണ്ട് കേസ് പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ മകൻ അങ്ങനെ ചെയ്തു, എന്റെ മകൻ ഇങ്ങനെ മാല പൊട്ടിച്ചു, എന്റെ മകൻ കള്ള് കേസിൽ പിടിയിലായി, എന്റെ മകൻ വ്യഭിചാര കേസിൽ പെണ്ണുമായി, അതിൽ റാക്കറ്റ് കേസിൽ പിടിയിലായി. ഇങ്ങനെയുള്ള കേസുമായി നമ്മൾ വരുമ്പോൾ ആളുകളുടെ നാണം കെട്ട്, മാനം കെട്ട്, അങ്ങനത്തെ അവസ്ഥയിലേക്ക് പോകുന്നതിന് മുമ്പായിക്കൊണ്ട് നമ്മുടെ മനസ്സിൽ, നമ്മുടെ മക്കളുടെ മനസ്സിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അത് ഏറ്റവും വലിയ ഹീറോ ആയി കാണാൻ സാധിക്കണം. റസൂലാണ് നമ്മുടെ ഹീറോ. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് കൊണ്ട് നമ്മൾ പഠിക്കുമ്പോ, നമ്മൾ മനസ്സിലാക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ തെറ്റിലേക്ക് മാടി വിളിക്കുന്ന ആളുകൾ, എത്രയോ രാഷ്ട്രീയക്കാർ ഇവിടെ കഴിഞ്ഞുപോയി. ഇവിടെ പാസ്സാക്കിയവരുണ്ട്, കള്ളുകുടി ലൈസൻസ് ഇവിടെ കൊണ്ടുവന്നവരുണ്ട്, അതിനുവേണ്ടി വാദിച്ചവരുണ്ട്, ചാരായം മറ്റുമൊക്കെ വിറ്റ ആളുകള്. പക്ഷേ ഇതെല്ലാം അതിനുവേണ്ടി പ്രവർത്തിച്ചവരൊക്കെ മൺമറഞ്ഞു പോകും. ആരും തന്നെ സ്മരിക്കാൻ ബാക്കിയുണ്ടാകുകയില്ല. മറിച്ച് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 14 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ഇന്നും ആ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഇങ്ങനെ ഒരു മജ്‌ലിസ് ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തി പ്രഭാവം എത്രയാണ്, അവിടുത്തെ മഹത്വം എത്രയാണ്. ഈ ഒരൊറ്റ കാര്യം നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഞാൻ കൂടുതലായി സംസാരം ഏറിപ്പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഒരു അവസരം കിട്ടിയപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തിയതാണ്. പള്ളിയിൽ നടക്കുന്ന സലാത്തും ദിക്റുകളും ഒക്കെ അത് വിജയിപ്പിക്കാന്നപ്പുറം, അത് വിജയിപ്പിച്ചിട്ടില്ലെങ്കിലും അത് വിജയിക്കും. കാരണം അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകൾ അത് കുറവായിരിക്കും എന്ന് അത് സത്യമാണ്. ഇസ്ലാം തുടങ്ങിയത് ഒറ്റയും തിരട്ടയുമായിട്ടാണ്. അത് ഒറ്റയും തിരട്ടയുമായി തന്നെ അവസാനിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫതൂബാ ലിൽ ഖുറബാ, ആ ഒറ്റയും തിരട്ടയുമായി നിൽക്കുന്ന ആ അങ്കുലി പരിമിതമായ ആളുകൾ, ആ ചുരുങ്ങിയ ആളുകൾ, ഫതൂബാ ലിൽ ഖുറബാ, ആ ആളുകൾക്കാണ് സർവമംഗളമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഇസ്ലാമിലേക്ക് ആളുണ്ടാകും. എന്റെ ഇസ്ലാം എങ്ങനെയാണോ, കമാ തൈരിസുൽ ഹയ്യത്തു ഇലാ ഹുജ്രിഹാ,
ഒരു പാമ്പ് അതിന്റെ മാളത്തിൽ നിന്ന് പുറപ്പെട്ട് തിരിച്ചതിന്റെ മാളത്തിലേക്ക് തന്നെ എപ്രകാരം തിരിച്ചു പോകുന്നുവോ, ഇതുപോലെ വിശുദ്ധ ഇസ്ലാം ആവിർഭവിച്ചതുപോലെ ഖിയാമത്ത് നാളാകുമ്പോ ഈ ഒരു അവസ്ഥയിലേക്ക് ഇസ്ലാം ശോഷിച്ചു പോകുമെന്നാണ്. അതുകൊണ്ട് ആ വിഭാഗത്തിൽ നമ്മൾ പെടണം. ഏത് വിഭാഗത്തിൽ? ഒറ്റയും തരട്ടയുമായി നിൽക്കുന്ന ഈമാനുള്ള ചില ആളുകൾ, അവർക്ക് ദുനിയാവിനെ കുറിച്ച് ചിന്തയില്ല. അവർക്ക് ഏറ്റവും വലുത് ഇസ്ലാമാണ്, അവർക്ക് ഏറ്റവും വലുത് ഈമാനാണ്, അവർക്ക് ഏറ്റവും വലുത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഈ ഒരു ചിന്തയോടുകൂടി നീങ്ങുന്ന ആളുകൾ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ വിഭാഗത്തിൽ പെടാൻ നമ്മൾ ശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു അങ്ങനെയുള്ള മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മയും നമ്മുടെ അഹ്ലുകാരെയും ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.